സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും കോളടിച്ചു. 2% DA ഇപ്പോൾ കിട്ടുന്നുണ്ട്. രാജ്യത്തെ 50 ലക്ഷത്തിലധികം വരുന്ന, വളരെ കൃത്യമായി പറഞ്ഞാൽ 50,46,000 പേര് വരുന്ന 50.46 50,46,000 പേര് വരുന്ന ഏകദേശം 41,46,000 പേരാണ്. അപ്പോൾ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും 68.27 ലക്ഷം വരുന്ന പെൻഷൻകാർക്കും 2% DA കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 6,791.24 കോടി രൂപയുടെ അധിക ബാധ്യത കൊണ്ടുവരും. ഇപ്പോൾ DAയുടെ അളവ് 58-ൽ നിന്ന് 60% DA മാറും. ഇനിയിപ്പോൾ ഇത് 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ ശുപാർശ അനുസരിച്ചുള്ളതാണ്. 8ാം ശമ്പള പരിഷ്കരണം വരുന്നുണ്ട്. 8ാം ശമ്പള പരിഷ്കരണം വരുമ്പോൾ അടിസ്ഥാന ശമ്പളം 69,000 ആക്കണം. ഇതിനെ സംബന്ധിച്ചപ്പോൾ വീഡിയോ ചെയ്തിരുന്നു. 69,000 ആക്കണമെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത് പിന്നെ യൂണിയൻകാരുടെ ഡിമാൻഡ് 69,000 ഒരു 54,000 58,000 ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ 26,000 ആക്കണമെന്ന് പറഞ്ഞത് 18,000 ആക്കി കൊടുത്തത്. അപ്പോൾ കുറച്ച് ഇവർ ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കുറയും. പിന്നെ വീട്ടുവാടക, മറ്റ് അലവൻസുകൾ, ട്രാവൽ അലവൻസ്, ലീവ് സറണ്ടർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടുതൽ തുക കിട്ടണം എന്നുള്ള ഡിമാൻഡ് യൂണിയൻകാർ വച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യത എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും 8ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ സിറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇനി വരാനിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിപ്പോൾ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള 2% DA ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ആകുമ്പോൾ 58% എന്നുള്ള DA 60%, അതായത് ശമ്പളവും അടിസ്ഥാന ശമ്പളവും 60% തുകയും കൂടി കൂടുതൽ കിട്ടും. കാര്യം ഇത് 10ാം വർഷമായി, അപ്പോഴാണ് ഈ 60%ലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു 50%, 50, 55% ഒക്കെ ആകുമ്പോൾ പുതിയ ശമ്പള പരിഷ്കരണം വരും. സംസ്ഥാനത്തും അങ്ങനെയാണ്. 35, 40, 50 ഒക്കെ ആവുന്നതിനിടയ്ക്ക് പുതിയ ശമ്പള പരിഷ്കരണം വരും. സംസ്ഥാനത്താണെങ്കിൽ ഒരു 35 പോകുമ്പോൾ വരും. ഇവിടെയാണ് 60 പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2% DA കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. നമ്മൾ ഇതിനകത്ത് ഗ്ലോബൽ മലയാളി ന്യൂസിനകത്ത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സർവീസ് സെഗ്മെൻറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ അഭിപ്രായം പറയണം. പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും ചാനലിന് സബ്സ്ക്രിപ്ഷൻ ഒരുപാട് വരാനുണ്ട്. നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഗ്ലോബൽ മലയാളി ന്യൂസിൽ ഇങ്ങനെ സർവീസ് സംഘടനകളെക്കുറിച്ചും സർവീസ് മാറ്ററെക്കുറിച്ചും ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കാണണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഫോർവേഡ് ചെയ്യുക, ആളുകൾക്ക് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാനൽ വളരുകയും ഇതിപ്പോൾ സുഭാഷിതം എന്ന് മറ്റൊരു ചാനലുണ്ട്. അതും ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. പക്ഷേ അത് പോരാ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗ്ലോബൽ മലയാളി ന്യൂസിന് അതിൻ്റെ ഒരു അസ്തിത്വം ആവശ്യമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ആവശ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പിടിച്ചു തരണം. അതാണ് നിങ്ങളോടുള്ള അഭ്യർത്ഥന. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വരുന്ന ഈ പറയുന്ന 10-50 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും 10-68 ലക്ഷം വരുന്ന പെൻഷൻകാർക്കും, കേരളത്തിലാണെങ്കിൽ 5 ലക്ഷം വരുന്ന 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കും 8-8.5 ലക്ഷം വരുന്ന പെൻഷൻകാർക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ വിഷയങ്ങളും എല്ലാം കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ചാനലാകട്ടെ, സാറ്റലൈറ്റ് ചാനലാകട്ടെ, ഇങ്ങനെ വളരെ കൃത്യമായി ഇത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്ന ചാനലുകൾ കുറവായിരിക്കും. ഞങ്ങൾ വളരെ ഒരു ന്യൂസുകൾ വരുമായിരിക്കും, പക്ഷേ സ്പെഷ്യൽ പ്രോഗ്രാം പോലെ ചെയ്യുന്ന ചാനലുകൾ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾ പരമാവധി ആളുകൾ ഇത് കാണണം. അതുപോലെ തന്നെ എല്ലാവിധ സഹകരണവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് നിങ്ങളുടെ കൂടി ചാനലാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അപ്പോഴാണ് ഞങ്ങൾക്കും ആവേശമുണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ പെൻഷൻകാരുടെ DR, കേരള സർവീസിലുള്ള പെൻഷൻകാരുടെ DA ആണോ DR ആണോ 2 കിട്ടാനുണ്ട്. അത് സംബന്ധിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പല ആളുകളും നമുക്ക് സർവീസ് കൺസൾട്ടന്റുമാരുമായിട്ട് പലരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ DA ആണെന്ന് പറയുന്നവരുണ്ട്, DR ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ്, എത്ര DA എങ്കിലും, അതായത് പെൻഷൻകാരോടാണ്, നിങ്ങൾക്ക് DR നഷ്ടം വന്നിട്ടുണ്ടോ, DA നഷ്ടം വന്നിട്ടുണ്ടോ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ DR പോയിട്ടുണ്ടോ, 19-ലെ ശമ്പള പരിഷ്കരണം 21-ലാണല്ലോ നടപ്പിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് DR നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതോ ആ DR കൃത്യമായി കിട്ടുന്നുണ്ടോ, DA നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് കൃത്യമായി കിട്ടിയിട്ടുണ്ടോ, എന്തായാലും 2 പ്രാവശ്യത്തെ DAയോ DRോ എന്തായാലും പെൻഷൻകാർക്ക് കിട്ടുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതൊരു സംശയം പോലെ വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ചർച്ച ചെയ്യേണ്ടത്. ഞാനിത് വൺ സൈഡാണ് നമ്മൾ സംസാരിക്കുന്നത്, കാരണം അങ്ങനെയല്ലേ ഒരു ചാനലിൽ പറ്റുകയുള്ളൂ. പക്ഷേ മറു സൈഡ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. കമൻറ്റിൻ്റെ രൂപത്തിൽ, ഷെയറിൻ്റെ രൂപത്തിൽ, ഫോർവേഡ് ചെയ്യുന്ന രൂപത്തിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിൽ
അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വാട്സപ്പ് മെസ്സേജിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്തായാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊരു ലൈവായി നിൽക്കണം. അതുപോലെ തന്നെ പുതിയ പുതിയ വിഷയങ്ങൾ, ഇപ്പോൾ DA, ശമ്പള പരിഷ്കരണം, മെഡിസെപ്പ്, അല്ലെങ്കിൽ പിന്നെ പെൻഷൻ, പിന്നെ അഷ്യൂർഡ് പെൻഷൻ, പിന്നെ പാർട്ടിസിപ്പേറ്ററി പെൻഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. അത് പോരാ, സർവീസ് സംഘടനകളെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സർവീസ് രംഗം എന്നുള്ള രീതിയിൽ സർവീസ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സെഗ്മെന്റ് തന്നെ ആലോചിക്കുന്നു. അതിന് റിട്ടയറായി വിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും GAD നിന്നും ഒക്കെ റിട്ടയർ ചെയ്തവരുണ്ടാവും. അതുപോലെ തന്നെ രജിസ്ട്രാർമാരായിട്ടിരുന്നവരുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർമാരായിട്ടൊക്കെ ഇരുന്നവരുണ്ടാവും, അണ്ടർ സെക്രട്ടറിമാരായിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും, ലോ സെക്രട്ടറിമാരായിട്ട്. അങ്ങനെ ഈ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, വക്കീലന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കുക. നിങ്ങളുടെ വിവരവും ഡീറ്റെയിൽസൊക്കെ തന്നാൽ, നിങ്ങൾ തന്ന റെഫറൻസ് വെച്ചുകൊണ്ട് തന്നെ, ഇന്നാൾ ഗോപാലപിള്ള അല്ലെങ്കിൽ ഗോപിനാഥ് പിള്ള തന്നതാണ് എന്ന റെഫറൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാം. പക്ഷെ അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു തരിക. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ എപ്പോഴും മെച്ചപ്പെട്ടതായി നിലനിർത്താൻ നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുടെ ചാനൽ ഉണ്ട്, ഒപ്പമുണ്ട് എപ്പോഴും.